ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ടി.വി.കെയുടെ കന്നി ബജറ്റ്. വിവാഹത്തിന് യുവതികൾക്ക് സഹായം. 1 പവൻ തങ്ക നാണയവും പട്ടുസാരിയും നൽകും. ഇതിനായി 812 കോടി രൂപ വകയിരുത്തി. ജെൻസി വിദ്യാർത്ഥികൾക്ക് ബ്രാൻഡഡ് സൈക്കിൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പും നൽകും. தமிழ்நாட்டில் பெண்கள் அனைவரையும் தன் குடும்பத்தில் ஒருவராக கருதும் நமது மாண்புமிகு முதலமைச்சர் அவர்கள் அப்பெண்களின் திருமணம் நாளில் நமது அரசின் சார்பாக 8 கிராம் தங்க நாணயமும் ஒரு பட்டு புடவையும் அண்ணனின் சீராக வழங்க இருக்கிறார். இத்திட்டத்தினை செயல்படுத்த திருத்த வரவு செல்ல திட்ட மதிப்பீடுகளில் 812 கோடி ரூபாய் நிதி ஒதுக்கீடு செய்யப்படுகிறது. ഇതിനിടെ ബജറ്റിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ വിജയ് പാലിച്ചില്ല എന്ന് എടപ്പാടി പളനിസ്വാമി ആരോപിച്ചു. റീൽ എടുക്കാൻ വേണ്ടി മാത്രമുള്ള സർക്കാരെന്നും വിമർശനം ഉയർന്നു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ജനപ്രിയ ബജറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രതിഷേധം ഏതൊക്കെ തരത്തിലായിരുന്നു? മോത്തി, യുവാക്കളെയും സ്ത്രീകളെയും ഇവരായിരുന്നു ടി.വി.കെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഈ വിഭാഗങ്ങളിൽ നിന്നാണ് വിജയ്ക്ക് ലഭിച്ചത്. അവരെ ലക്ഷ്യമിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻപ് തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ് തായ്മാമൻ തങ്കമോതിരം പദ്ധതി. അതായത് തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വർണ്ണമോതിരം നൽകുന്ന ഒരു പദ്ധതി. അത് സെപ്റ്റംബർ 15 മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവൻ തങ്ക നാണയം നൽകും. അതോടൊപ്പം തന്നെ വിവാഹത്തിന് പുടവയായി പട്ടുസാരി കൂടി നൽകും എന്നുകൂടി പറയുന്നു. അതുപോലെ ജെൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് സൈക്കിൾ വിത്ത് വാട്ടർ ബോട്ടിൽ തുടങ്ങിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഓരോ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് നൽകുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നു. യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി കായിക ഇനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാകും. ഈ ക്യാമ്പസുകളിൽ നിന്ന് ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് ആ കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി എക്സലൻസ് സെന്ററുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ യുവാക്കളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള വലിയ പ്രഖ്യാപനം നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിജയ് നടത്തിയിരുന്നു. എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അതിനെക്കുറിച്ച് ഒരു പരാമർശം ഇതിലുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ 1 വർഷം 6 ഗ്യാസ് സിലിണ്ടറുകൾ ഓരോ കുടുംബത്തിന് നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. അതിലും യാതൊരു വിധത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടില്ല. ഇതിനെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അണ്ണാ-ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിനെ വിമർശിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള മന്ത്രിസഭയായി വിജയ് മന്ത്രിസഭ മാറി എന്നൊക്കെയുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഡി.എം.കെയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. ഉദയനിധി സ്റ്റാലിൻ അല്പസമയത്തിന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്.